ഇപ്പോൾ കാസർഗോഡ് നിന്ന് രണ്ടുപേരാണ് മരിച്ചത്. കേളുവും രഞ്ജിത്തും. KV ബൈജു ചേരുന്നു അവിടെ നിന്ന്. ബൈജു, എന്താണ് അവിടുത്തെ അവസ്ഥ? കുടുംബാംഗങ്ങളൊക്കെ എപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്? എപ്പോഴാണ് മൃതദേഹം എത്തിക്കുന്നതെന്ന കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? അശ്വതി, സമാന അവസ്ഥ തന്നെയാണ് കാസർഗോട്ടും. വലിയ തോതിലുള്ള സങ്കട കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രഞ്ജിത്ത് 1.5 വർഷം മുൻപാണ് തന്റെ വീട് പണി പൂർത്തിയാക്കി പാലുകാച്ചൽ ചടങ്ങിനായി എത്തിയത്. കേളുവിലേക്ക് വന്നാൽ കേളു 25 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള ഒരു കണക്കൂട്ടലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. എന്തായാലും ഈ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാണ് നമ്മൾ വീട്ടുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും 2 വീടുകളിലും ഇപ്പോൾ സന്ദർശകർ, ആൾക്കാർ കൂടുതലായി വരുന്നുണ്ട്. എന്നെ നെല്ലിക്കുന്ന് MLA അല്പസമയം മുമ്പ് രഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ചു, കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രധാനമായും ഈ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടി സംസ്ഥാന കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നാണ്. അത്തരത്തിൽ ഏതായാലും വലിയ ദുഃഖം തന്നെയാണ് ഈ വീടുകളിലെല്ലാം തളം കെട്ടി നിൽക്കുന്നത്. ഏതായാലും മറ്റൊരു ആശങ്കയുള്ളത്, കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ട് കാസർഗോഡ് ജില്ലക്കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വിവരമാണ്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് തൃക്കരിപ്പൂരിലെ ഒളവറയിൽ ഒരാൾ ഇത്തരത്തിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഈ തീപിടുത്തമുണ്ടായപ്പോൾ പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒളവറ സ്വദേശി നളിനാക്ഷനാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതേ രീതിയിൽ കൂടുതൽ പേർക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇത്ര സമയം കഴിഞ്ഞിട്ടും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. മരണസംഖ്യ കൂടുമോ എന്ന ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരി ബൈജു.